സന്ധ്യ വരെ പുരുഷൻ അവിടെ കാത്തുനിന്നു. സന്ധ്യയായപ്പോൾ ശേഷൻ എഴുന്നേറ്റു. തൊട്ടപ്പുറത്ത് വള്ളിപ്പടർപ്പുകൾക്കപ്പുറത്ത് രണ്ടു മനുഷ്യർ തമ്മിൽ എന്നേക്കുമായി വേർപിരിഞ്ഞ വിവരം അയാൾ അറിഞ്ഞില്ല. അവിടെ നിന്നും ഉയർന്ന ശബ്ദങ്ങളോ അനക്കങ്ങളോ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതോ അയാളുടെ ചെവിയിൽ ചെന്നെത്തിയതുമില്ല. തൻ്റെ കൃത്യത്തിൽ അയാൾ അത്ര കണ്ട് ലീനനായിരുന്നു. ശേഷൻ നടക്കാൻ തുടങ്ങിയപ്പോൾ പുരുഷനും പിന്നാലെ കൂടി. ആ അവസരത്തിൽ ശേഷൻ്റെ മുന്നിൽ ചെന്നുപെടാൻ അയാൾക്ക് ഭയമുണ്ടായിരുന്നു. ആ ഭയം എന്തിനാണെന്ന് അയാൾക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. ശേഷൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കനത്ത കാലടി വെപ്പുകളോടെ ഇടം വലം നോക്കാതെ അയാൾ നടന്നു നീങ്ങി. ഓരോ കാൽവെപ്പിനൊപ്പവും കാടാകെ കിടന്ന് കുലുങ്ങുന്നത് പോലെ പുരുഷന് തോന്നി. രാത്രിക്ക് കനം കൂടിക്കൊണ്ടിരുന്നു. പുരുഷന് നന്നേ ക്ഷീണമുണ്ടായിരുന്നു. ശേഷൻ ഒരിടത്തും വിശ്രമിക്കാൻ പോകുന്നില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ അറിവ് തളർച്ച വളർത്തി. ശേഷന്റെ തലയ്ക്ക് മുകളിലൂടെ കൂറ്റൻ കടവാതിലുകൾ ചിറകടിച്ചു പറന്നു. അവയുടെ ശല്യം കൂടുതലാകുമ്പോൾ അയാൾ ഒരു വന്യമൃഗത്തെപ്പോലെ അലറി. അപ്പോൾ കാട് മുഴുവൻ കുലുങ്ങുന്നതായി പുരുഷന് തോന്നി. അയാളുടെ അലർച്ച കേട്ട് അകലങ്ങളിലിരുന്ന കുറുനരികൾ ഓരിയിട്ടു. ആ ശബ്ദം ശേഷനെ പൊട്ടിച്ചിരിപ്പിച്ചു. ആ യാത്ര പുലരും വരെ നീണ്ടുനിന്നു. പുലർച്ചയ്ക്കൊരൽപ്പം മുമ്പായി അവർ കാടിൻ്റെ അതിർത്തിയിലെത്തി. കിഴക്ക് പ്രകാശം കണ്ടു. വെളിച്ചമൊഴുകി വരുന്ന പുഴയിലേക്കിറങ്ങി ശേഷൻ വെള്ളം കുടിച്ചു. ഒരു കാട്ടുമൃഗം വെള്ളം മോന്തുന്നതിൻ്റെ ഒച്ച പോലെയായിരുന്നു പുരുഷന് ആ ശബ്ദം കേട്ടപ്പോൾ തോന്നിയത്. അയാൾക്ക് അപ്പോഴും ശേഷൻ്റെ മുന്നിലെത്താൻ ധൈര്യമുണ്ടായിരുന്നില്ല. പുഴവക്കത്തെ ഒരു പടുകൂറ്റൻ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ നിന്ന് ശേഷൻ വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു. നഗ്നതയിൽ നിന്ന് വിമുക്തനായപ്പോൾ മാത്രമാണ് പുരുഷന് അയാളുടെ നേരെ ധൈര്യമായി നോക്കാൻ കഴിഞ്ഞത്. നഗ്നതയിൽ നിന്നും വിടുതി കിട്ടിയപ്പോൾ ശേഷന്റെ ഭീകരത സാരമായി കുറഞ്ഞതുപോലെ പുരുഷന് തോന്നി. ഇനിയിപ്പോൾ അയാളുടെ മുമ്പിൽ ചെല്ലാൻ തന്നെ പുരുഷൻ തീരുമാനിച്ചു. അകലെ കാടിനപ്പുറത്ത് നാട്ടിൽ നിന്നും മനുഷ്യരുടെ ശബ്ദത്തിൻ്റെ ദുർബലമായ അലകൾ അയാളുടെ കാതുകളിൽ വീണുകൊണ്ടിരുന്നു. ആ ശബ്ദം ഇത്രയും നേരം തോന്നാതിരുന്ന ഒരു സുരക്ഷിതത്വ ബോധത്തെ അയാളിൽ ഉയർത്തി. രണ്ടും കൽപ്പിച്ച് അയാൾ ശേഷന്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. അയാളുടെ കാലുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെയോ പിശാചിൻ്റെയോ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയെയാണ് അയാൾ ആ നിമിഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ശേഷൻ ആ പുതിയ അതിഥിയെ നിർനിമേഷം നോക്കി. അയാളുടെ കണ്ണുകളിൽ അതേവരെ കത്തുനിന്നിരുന്ന വന്യമായ അഗ്നി പെട്ടെന്നണഞ്ഞു. അവിടെ സഹതാപത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഒരു പാട വീഴുന്നത് പോലെ പുരുഷന് തോന്നി. ഞാൻ പുരുഷനാണ്, പുരുഷൻ പറഞ്ഞു. ഔസേപ്പിൻ്റെ മകൻ. ശേഷൻ അയാളെ തിരിച്ചറിഞ്ഞതുപോലെ തലയാട്ടി. ഞാൻ ഇന്നലെ പകൽ മുതൽ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ പുരുഷൻ്റെ ശബ്ദം ഭയം കൊണ്ട് പതറിയിരുന്നു. ശേഷന്റെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു. നിങ്ങൾ ആ അസ്ഥികൂടത്തെ ഭോഗിക്കുന്നത് ഞാൻ കണ്ടു, പുരുഷൻ പറഞ്ഞു. ശേഷൻ ഒരു ശിലാപ്രതിമ പോലെ നിശ്ചലനായി നിന്നു. നിങ്ങളെനിക്ക് മോചനം നൽകി. നിങ്ങളാണ് എനിക്ക് വഴികാട്ടി തന്നത്. പുരുഷൻ ഒരു കല്ലിനോടെന്നവണ്ണം പ്രാർത്ഥനാ നിർഭരമായ സ്വരത്തിൽ മന്ത്രിച്ചു. നിങ്ങൾക്ക് നന്ദി. ശേഷൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയുടെ അലകൾ കാടെങ്ങും പ്രതിധ്വനിച്ചു. ചിരിയുടെ അന്ത്യത്തിൽ അയാൾ കൈപ്പത്തികൾ തമ്മിൽ അടിക്കുകയും സ്വന്തം തുടകളിൽ തല്ലി അലറുകയും ചെയ്തു. ഭീരു. ചിരിച്ചു മതിയായപ്പോൾ അയാൾ പറഞ്ഞു, മൂന്നാമത്തെ വണ്ടി വരുന്നുണ്ട്. എപ്പോൾ? പുരുഷൻ പെട്ടെന്ന് അറിയാതൊരു ഞെട്ടലോടുകൂടി ചോദിച്ചു. അടുത്തു തന്നെ. ഒരുപക്ഷെ ഇന്ന്, അല്ലെങ്കിൽ ഒരു യുഗത്തിന് ശേഷം. എന്നായാലും അന്ന് ഞാൻ നിങ്ങളുടെ രാജാവാകും, എല്ലാവരുടെയും. ഞങ്ങൾക്ക് രാജാവില്ല. ഭയന്ന് വിറച്ചുകൊണ്ട് പുരുഷൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് രാജാവ് ഒരു പ്രശ്നവുമല്ല. പ്രശ്നമാണ്, ശേഷം പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും. അമ്പരപ്പിൻ്റെ മൂർച്ചയിൽ ശേഷൻ തൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന കാര്യം പുരുഷൻ ഓർത്തത് തന്നെയില്ല. ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും അറിയാൻ പാടില്ലാത്ത കുറേ രഹസ്യങ്ങൾ തൻ്റെ നേർ കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾ ഉൾക്കിടിലത്തോടെ ഓർത്തു. എങ്ങനെ? മൂന്നാമത്തെ വണ്ടിയിൽ വരുന്നതെന്താണെന്ന് നിനക്കറിയാമോ? ശേഷൻ ചോദിച്ചു. അറിയില്ല. ശേഷൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അയാളുടെ പല്ലുകൾ പ്രഭാതത്തിൻ്റെ ആദ്യരശ്മികൾ ഏറ്റുവാങ്ങി. അവളുടെ അസ്ഥിപഞ്ജരം, അയാൾ അലറി. അവളുടെ അസ്ഥിപഞ്ജരം. എന്നെ തേടിയുള്ള അതിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. കാത്തിരുന്നുകൊള്ളൂ. അതും പറഞ്ഞ് അയാൾ ഓടി. കാടിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒറ്റയടി പാതയിലൂടെ അയാൾ ഓടി പറഞ്ഞു.
അയാൾ അപ്രത്യക്ഷനായപ്പോൾ ഒരു കൊടുങ്കാറ്റൊഴിഞ്ഞ പ്രതീതിയായിരുന്നു അവിടെ. പുരുഷൻ മെല്ലെ നടന്നു. ആ വെളുപ്പാങ്കാലത്തും അയാളാകെ വിയർത്തിട്ടുണ്ടായിരുന്നു. നടക്കും തോറും വഴിയുടെ നീളം കൂടി വരുന്നത് പോലെ പുരുഷന് തോന്നി. എല്ലായ്പ്പോഴും തൊട്ടപ്പുറത്ത് നിന്ന് നാടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും അയാൾ കാടിൻ്റെ അതിരുകളിൽ എത്തിച്ചേർന്നിരുന്നില്ല. ഉച്ചയോടടുത്തപ്പോൾ അയാൾ നാടിൻ്റെ മുഖത്തെത്തി. കാടിൻ്റെ ശബ്ദങ്ങൾ അയാളോട് അന്ത്യയാത്ര പറഞ്ഞു. അയാളുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു. ഇനി ഒരിക്കലും തനിക്ക് കാടിൻ്റെ സംഗീതം കേൾക്കാൻ സാധ്യമല്ലെന്നും അയാൾ തിരിച്ചറിഞ്ഞു. ആ ചിന്ത അയാളെ മൂകനും നിരുത്സാഹിയുമാക്കി തീർത്തു. നാട്ടിലേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ കുറേ ആൾക്കാർ കാത്തുകിടന്നിരുന്നു. കാട്ടിൽ നിന്നിറങ്ങി വന്ന മനുഷ്യൻ്റെ നാലു ചുറ്റുമായി അവർ ഓടിക്കൂടി. അവരെല്ലാം അയാളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. എന്നാൽ അത്ഭുതം പ്രകടിപ്പിക്കാനോ ആഹ്ലാദം അറിയിക്കാനോ അവർക്കാർക്കും സാവകാശമുണ്ടായിരുന്നില്ല. ആരും കുശല പ്രശ്നങ്ങൾക്ക് തുനിഞ്ഞില്ല. എല്ലാവരുടെയും മുഖങ്ങളിൽ പട്ടിണിയും പരിവട്ടവും നിറഞ്ഞിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു. അതവർ തിരിച്ചും മറിച്ചും ചോദിച്ചു. കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ടോ? അടുത്തെങ്ങാനും വണ്ടി വരുമോ? മൂന്നാമത്തെ വണ്ടിയുടെ ശബ്ദം നിങ്ങളവിടെ കേട്ടിരുന്നോ? പുരുഷൻ ഒന്നിനും മറുപടി പറഞ്ഞില്ല. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി തൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ ഉത്തരങ്ങൾ അവരിലുണ്ടാക്കുന്ന വിവിധമായ പ്രതികരണങ്ങളെക്കുറിച്ച് അയാൾക്ക് ധാരണയുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനായി നടിക്കുന്ന ഒരു ദിവ്യനെ പോലെ തികച്ചും മൗനിയായി ജനക്കൂട്ടത്തിന് നടുവിലൂടെ ഒരു വഴിയുണ്ടാക്കി അയാൾ തൻ്റെ വീടിന് നേരെ നടന്നു. മറുപടി കിട്ടാതായപ്പോൾ അവരെല്ലാം അയാളെ അവഗണിച്ചു. കാട്ടിൽ നിന്നും ഒറ്റയടി പാതയിലേക്ക് എല്ലാ കണ്ണുകളും വീണ്ടും തിരിഞ്ഞു. അയാളുടെ തിരിച്ചുവരവ് അച്ഛനിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഉണ്ടാക്കിയില്ല. വരാന്തയുടെ കോണിലുള്ള ഒരു കയറ്റുകട്ടിലിൽ ചുരുണ്ടു കിടക്കുകയായിരുന്നു അയാൾ. ആരോ കടന്നു വരുന്ന ശബ്ദം കേട്ട് അയാൾ തലപൊത്തിച്ചു. പുരുഷൻ ക്ഷമാപണപൂർവ്വം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. വൃദ്ധൻ കുറെ കൂടി അവശനായിരിക്കുന്നു. പട്ടിണിയും ദുരിതവും ചേർന്ന് അവിടെ കറുത്ത ചായത്തിൽ ആഴമുള്ള രേഖകൾ വരച്ചിരിക്കുന്നു. നീ എവിടെ നിന്ന് വരുന്നു? ഔസേപ്പ് ചോദിച്ചു. ഞാൻ കാട്ടിൽ നിന്ന്, മകൻ മറുപടി പറഞ്ഞു. കാട്ടിൽ നിന്നു? വൃദ്ധൻ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയാളുടെ കണ്ണുകളിൽ ഉത്കണ്ഠ തെളിഞ്ഞു നിന്നു. അവിടെ എന്തുണ്ട് വിശേഷം? അവിടെ വിശേഷമൊന്നുമില്ല, പുരുഷൻ പറഞ്ഞു. നീ വണ്ടി കണ്ടിരുന്നോ? ഇല്ല. എന്ന് വരുമെന്നറിഞ്ഞോ? മകൻ നിശബ്ദനായി നിന്നതേയുള്ളൂ. ശേഷൻ്റെ വാക്കുകൾ അയാൾ ഓർത്തു. അടുത്തു തന്നെ, ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ ഒരു യുഗത്തിന് ശേഷം. അച്ഛൻ്റെ ചോദ്യത്തിന് പറയേണ്ട മറുപടി അതാണ്. പക്ഷേ അതെങ്ങനെ പറയും? അത് പറഞ്ഞാൽ ആ നിമിഷത്തിൽ തനിക്ക് ഭ്രാന്താണ് എന്ന് അച്ഛൻ തീരുമാനിക്കും. മൗനത്തിൻ്റെ ഒരു കനത്ത പുറന്തോടുണ്ടാക്കി അതിനുള്ളിൽ പതിയിരിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവം ചെയ്യേണ്ടത്. നിനക്കറിയില്ല? അച്ഛൻ ചോദിച്ചു. അറിയില്ല, പുരുഷൻ മറുപടി പറഞ്ഞു. കാട്ടിൽ നിന്നോടൊപ്പം ആരെല്ലാം ഉണ്ടായിരുന്നു? ഒരു നിമിഷത്തെ ആലോചനയ്ക്കും സംശയത്തിനും ശേഷം പുരുഷൻ പറഞ്ഞു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി. തനിയെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കിഴവൻ കട്ടിലിൽ കിടന്നു. പകൽ മുഴുവൻ പുരുഷൻ വരാന്തയിലുണ്ടായിരുന്നു. ആരും അയാളെ തേടി വന്നില്ല. തൻ്റെ മടങ്ങി വരവ് 3 വീട്ടുകാർ ഉൾപ്പെടുന്ന ആ സമൂഹത്തിനൊരു പ്രശ്നമേ ആയിട്ടില്ല എന്ന് അയാൾക്ക് തോന്നി. ഒരുപക്ഷെ താനും ശേഷനെ പോലെ ആ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമോ എന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു. പാതയിലൂടെ കടന്നു പോയവരിൽ ചിലരൊക്കെ അയാളെ കണ്ടു. അവരെല്ലാം പുതുതായി എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് കടന്നുപോയി. വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്ന ചില മുഖങ്ങളിൽ മാത്രം പുഞ്ചിരിയുടെ നേരിയ മിന്നാട്ടങ്ങൾ. പുരുഷന് ആരോടും ഒന്നും പറയാൻ തോന്നിയില്ല. താൻ സൃഷ്ടിച്ച തൻ്റെ തന്നെ പുറന്തോട് പൊളിച്ചു കളയുന്ന ഒരു സംസാരവും ആ നേരത്ത് അയാൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. വിശപ്പും ദാഹവും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരിക്കൽ അയാൾ അടുക്കളയുടെ ഭാഗത്ത് പോയി നോക്കി. അവിടെ കലത്തിനടിയിലായി കുറച്ച് പഴകിയ വെള്ളം കെട്ടിക്കിടക്കുന്നു. അയാൾ കലമെടുത്തുയർത്തി വെള്ളം മുഴുവൻ കുടിച്ചു. അകത്തെ മുറിയിൽ തൻ്റെ കട്ടിലിൽ അപ്പോഴും വിരിപ്പ് തുണികൾ ചുളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. താൻ ആ കിടക്ക വിട്ടുപോയതിനു ശേഷം ഈ നിമിഷം വരെ മറ്റാരും ആ തുണികൾ കൈകൊണ്ട് തൊടുക പോലും ചെയ്തിട്ടില്ലെന്ന് പുരുഷന് മനസ്സിലായി. തുണികളിൽ നിന്ന് പഴമയുടെ ഒരു ഗന്ധം അടിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ കട്ടിലിലേക്ക് വീണു. തളർന്ന ഒരു മനുഷ്യനെ പോലെ ചുരുണ്ടു കിടന്നു. അയാളുടെ കണ്ണുകളിലേക്ക് ഉറക്കം പറന്നെത്തി. ഇരുട്ടിൽ ഓടിയവൾ ഉണരുന്നത് ഒരു നിലവിളി കേട്ടാണ്. ലോകം മുഴുവൻ ഒച്ചയും ബഹളവും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പുരുഷന് തോന്നി എവിടെയൊക്കെയോ ആരൊക്കെയോ ഉറക്കെ സംസാരിക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ. വീടിൻ്റെ മുറ്റത്തുകൂടി നിരവധി ആളുകൾ ഓടിപ്പോകുന്നു. അവരുടെ കാലച്ചകളും
അലർച്ചകളും മുഴക്കങ്ങളും അന്തരീക്ഷത്തെ ഇട്ടുവിറപ്പിക്കുന്നു. പുരുഷനൊന്നും മനസ്സിലായില്ല. പാതിരാവാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞു. 4 പാടും ഇരുട്ടാണ്. തപ്പിപ്പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് വാതിൽക്കൽ ശബ്ദം കേട്ടു. പുരുഷ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. അത് പുരുഷൻ്റെ അച്ഛനായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ പരിഭ്രമവും അമ്പരപ്പും നിറച്ചുകൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു, വണ്ടി വന്നു, വണ്ടി വന്നു. പുരുഷൻ പിടഞ്ഞെഴുന്നേറ്റു. ഇരുട്ടിൽ അകലെ എവിടെയോ മണിയടിക്കുന്ന ശബ്ദം കേട്ടതുപോലെ. ഔസേപ്പിൻ്റെ കയ്യിലെ റാന്തൽ വിളക്ക്. വൃദ്ധൻ്റെ വിറയ്ക്കുന്ന വിരലുകളിലിരുന്ന് റാന്തൽ വിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി. പുരുഷൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. റാന്തൽ വിളക്കിനായി അയാൾ കൈനീട്ടി. വൃദ്ധൻ റാന്തൽ പിറകിലേക്ക് പിടിച്ചു. നീ ഓടിക്കോ, നിനക്ക് ചെറുപ്പമല്ലേ, എനിക്ക് വിളക്കിടാതെ വഴി കണ്ടുകൂടാ. അച്ഛനും വരുന്നുണ്ടോ? പുരുഷൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. പിന്നെ വരാതെ. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വൃദ്ധൻ ഒന്ന് മന്ദഹസിച്ചതുപോലെ പുരുഷന് തോന്നി. പുരുഷനേക്കാൾ മുമ്പേ വൃദ്ധൻ മുറ്റത്തേക്കിറങ്ങി കഴിഞ്ഞിരുന്നു. ഒരു കൈയിൽ ആടിയുലയുന്ന റാന്തൽ വിളക്കും മറ്റേ കൈയിൽ ഊന്നുവടിയുമായി വേച്ച് പോകുന്ന കാലുകളിൽ വൃദ്ധൻ ഓടി. അയാളുടെ ഓട്ടത്തിന് അസാമാന്യ വേഗതയുണ്ടായിരുന്നു. പുരുഷന് അയാളോടൊപ്പം ഓടിയെത്താൻ നന്ദി ബന്ധപ്പെടേണ്ടി വന്നു. 4 ചുറ്റും ഇരുട്ടായിരുന്നു. ഇരുട്ടിൻ്റെ കനത്ത കരിമ്പടങ്ങൾക്ക് പുറത്ത് ഒരു പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു. അതങ്ങനെ നിമിഷങ്ങളോളം നീണ്ടു നിന്നു. പുരുഷൻ ഒരു നിമിഷം അറച്ചുപോയി. അയാൾക്ക് എന്തു ചെയ്യണമെന്ന് യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇരുട്ടിൻ്റെ സമുദ്രത്തിന് നടുവിലായി വെളിച്ചത്തിൽ ഒരു തുരുത്തു തെളിഞ്ഞു. അത് രാമൻ്റെ വീടാണെന്ന് പുരുഷന് മനസ്സിലായി. പ്രകാശത്തിന് നടുവിൽ നിന്ന് വീണ്ടും ഒരു നിലവിളി കേട്ടതുപോലെ. ഇരുട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. ഇത്തവണ അത് കുറെ കൂടി അടുത്തു നിന്നായിരുന്നു. വൃദ്ധനെന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അയാൾ അപ്പോഴും മുന്നോട്ട് ഓടുക തന്നെയാണ്. ഇരുട്ടിൻ്റെ സമുദ്രത്തിൽ വേറൊരു കോണിലായി പ്രകാശത്തിൻ്റെ മറ്റൊരു ദ്വീപ് പൊടുന്നനെ തെളിഞ്ഞു. അത് സുബ്രൻ്റെ വീടാണെന്ന് പുരുഷന് മനസ്സിലായി. പ്രകാശത്തോടൊപ്പം അവിടെ നിന്ന് ആദ്യം കേട്ട പെൺകുട്ടിയുടെ നിലവിളിയും കത്തി ഉയർന്നു. പിന്നീട് രണ്ടും ഒപ്പമണഞ്ഞു. 4 പാടും ഇരുട്ടിൻ്റെ ഓളങ്ങൾ മാത്രം. ഇരുട്ടിൽ അകലെ എവിടെയോ നിന്ന് കുതിരകളുടെ കുളമ്പടിയും കുടമണികളുടെ കിലുക്കവും അടുത്തേക്കടുത്തേക്ക് വരുന്നത് പോലെ പുരുഷന് തോന്നി. പുരുഷൻ അവിടെ തന്നെ നിന്നു. ഇരുട്ടിന് നടുവിലേക്ക് കുതിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഔസേപ്പ് എന്ന വൃദ്ധൻ പെട്ടെന്ന് നിലവിളിക്കുന്നത് കേട്ടു. ഞെട്ടി നോക്കുമ്പോഴേക്കും വൃദ്ധൻ വീണ് കഴിഞ്ഞിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്കിൻ്റെ തിരി അവസാനമായി ഒന്നാളിക്കത്തി. പിന്നെ അണഞ്ഞു. ഇരുട്ടിൽ വൃദ്ധൻ്റെ ശബ്ദങ്ങൾ പൊലിഞ്ഞു. കുടമണികളുടെ ശബ്ദം അടുത്തേക്കടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ 4 ചുറ്റും തിങ്ങി നിൽക്കുന്ന ഇരുട്ടിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി കത്തിപ്പടരുന്നത് പുരുഷൻ കേട്ടു. അതങ്ങനെ ദിക്കുകളിൽ തട്ടി ദിക്കുകളെ തഴുകി പുരുഷന് ചുറ്റും ചൂഴ്ന്നു മറിഞ്ഞു. അത് ശേഷൻ്റെ ചിരിയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ പുരുഷന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പുരുഷൻ ഇരുട്ടിൽ മടുപ്പോടെ നിന്നു. അയാളിൽ നിന്നും ജിജ്ഞാസ പൂർണ്ണമായും വറ്റിക്കഴിഞ്ഞിരുന്നു.